ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് മഴയുണ്ടോ അവിടെ? നല്ല മഴയുണ്ടായിരുന്നു. ഒരു കായ് കൊടുക്കുന്നുണ്ട്, പച്ചക്കായ്. അത് വെച്ചിട്ട് സിമ്പിളായ ഒരു കറി, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ. ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഫേസ്ബുക്കിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അതെ, നല്ല വലിയ കായ. തോല് കളയുന്നില്ല കേട്ടോ, ഇതിൻ്റെ മാത്രം കളയുള്ളൂ. ഏത് ഏണിയാ? ഓരോ മൂല തോല് കളയാണ്ട് വലിയ കഷ്ണമാക്കി നിർക്കട്ടെ. ഇതെന്ത് വലിയ കായല്ലേ, നേന്ത്രക്കായ്. ഇത്ര വലുതാ? ഇത്തിരി ഓവർ വലുതായി പോയി. നീളം കൂടി പറയും മതി. നാടനാണ് തോന്നുന്നല്ലേ? അപ്പോൾ ഏറ്റവും വലുത് നോക്കിയെടുത്തു. അല്ല, നല്ല നീളമുണ്ട്, നാടനാണ് തോന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നാടൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായി കഴുകി എടുത്തിട്ട് വരാം. കറി വയ്ക്കാം. വലിയൊരു കായ് കിട്ടാം. ഇതിലേക്ക് വെള്ളപ്പയർ കുതിർത്തത് ഇട്ട് കൊടുക്കാം. വെള്ളപ്പയർ പറഞ്ഞാൽ ഉണക്കപ്പയർ ഇട്ടാം. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. പച്ചമുളകുണ്ട്, ഒരു 5 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, രണ്ട് തണ്ട് കറിവേപ്പില, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നകക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. 4 വിസിൽ വരട്ടെ. നമുക്ക് പയറും കായും എന്താന്ന് നോക്കാം. ഞാനൊരു 5 വിസിൽ അടിച്ചു കേട്ടോ. സൂപ്പറായി വന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിലേക്ക് ഒഴിച്ചു തരാം. ചട്ടിയിലേക്ക് മാറ്റി. നല്ല കുറുകിയ കറി കേട്ടാ, അല്ല അടിപൊളിയാണ്. ഇതിലേക്ക് താളിക്കില്ല കേട്ടാ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറിവേപ്പില, രണ്ടോളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില. എന്താ ഭംഗി, സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതേപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ, അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഒരു മുട്ട വറുത്തതും അല്ലെങ്കിൽ ഒരു ഉണക്കമീനോ. നമുക്ക് മുട്ട വറുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഹലോ, ഉള്ളി അരിയട്ടെ കുറച്ച്. മസാല ഓംലേറ്റ് ഉണ്ടാക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഈ കറിയും ഓംലേറ്റും കൂടി കഴിക്കാൻ അടിപൊളി കോമ്പൗണ്ടാണ്. ഓംലേറ്റ് വേണം. മസാലയാണ് വേണം പറഞ്ഞത്. മസാല പൊടി പൊടിയായില്ല, ഇതിൻ്റെ പൊടിയെ കിട്ടാനില്ല. മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി. മിക്സിയിൽ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയുള്ള ഒരു മുട്ട കൊത്തിപ്പരി ഉണ്ടാക്കാം കേട്ടോ. മസാല കൊത്തിപ്പരി. മസാല കൊത്തിപ്പരി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചെറിയ 2 സവാള പൊടിയായി അരിഞ്ഞതാണ് കേട്ടോ. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി,
2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, സവാള നന്നായി വാടി വരട്ടെ. ഉള്ളിയൊക്കെ നന്നായി വാടി വന്നു കേട്ടോ. ഇതിൽ പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി നല്ല പഴുത്തത് ഇട്ടാൽ വളരെ ചെറുത്. ചെറിയ തക്കാളി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു മണം അല്ലേ ഗരം മസാലിന്. കുറച്ച് ഇങ്ങനെ മാറ്റി വെക്കുക കേട്ടോ. മെയിൻ സാധനം ഇതിലേക്ക് 3 മുട്ട ഒഴിച്ച് കൊടുക്കുക. ബോൾസ അടിക്കുമ്പോൾ അങ്ങനെ വരില്ല. അതെ. 2 3 നന്നായി ചിക്കി എടുക്കുക. ചിക്കി എടുക്കട്ടെ. ചിക്കി എടുക്കട്ടെ കേട്ടോ. നന്നായി ചിക്കി എടുക്കുക. ചിക്കി എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഇത് ഓംലെറ്റ് ആയിട്ടും എടുക്കാം കേട്ടോ. അങ്ങനെ പൊട്ടിക്കാണ്ട് ചിക്കാണ്ട് എടുക്കാം. ഇതിൻ്റെ മുകളിൽ മസാലയുടെ മുകളിൽ ഓംലേറ്റ് ആക്കി മസാല ഓംലേറ്റ് ആയി. ഇത് മസാല ഓംലെറ്റ് തന്നെ. അത് കൊത്തിപ്പൊരിയാണ് മാറ്റി. അതെ അതെ അതെ. പക്ഷെ ഇതാകുമ്പോൾ കുറേ കഴിക്കാം. അത്രേ ഉള്ളൂ വ്യത്യാസം. കാക്കിയെടുക്കുക. മുട്ട കൊത്തിപ്പൊരി റെഡി ആയിട്ടാ. സൂപ്പർ ടേസ്റ്റാണ്. ചോറാക്കി കൊടുക്കട്ടെ. ഉണ്ണിക്ക് ചോറാക്കണ്ടാ. മൈ ഡിയർ മുട്ട. കുറച്ച് മതി. കുറച്ച് മതി. മതിനേ. പിന്നെ സിമ്പിൾ കറിയിട്ടാ. കായ് വേണം. കായ് തിരയേണ്ടി വരും. അലിഞ്ഞ് ചേർന്ന് ചോറാക്കി. ടാറ്റ ബൈ ബൈ. അപ്പോൾ പിന്നെ 2 പേരിനെ അയച്ചു വിട്ടേട്ടാ. ഏകടെ പോ എല്ലാം കൂടി ഒറ്റ പറക്കല്. അങ്ങനെ ഇടണ്ട, പറക്കാനിടണ്ട. ആ മക്കളെ എനിക്ക് ഭയങ്കര പേടിയാണ്. തിന്നാൻ കൊടുക്കുന്ന നല്ല പേടിയാണ് ഗൈസ്. എന്താ